السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മെ ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വെച്ച് നമ്മെ വിചാരണ ചെയ്യുന്നവനുമായ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ല തഖ്വയുള്ള മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തതും അതേപോലെ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട അൽ ഈമാനു ബിൽ ഖദർ,
ഖദറിലുള്ള വിശ്വാസം, വിധിയിലുള്ള വിശ്വാസം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. എനിക്ക് ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യന്റെ രൂപത്തിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അതിനു മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ ബിൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി. ഈമാൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ, അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കൽ, വ മലായികതിഹി, അവന്റെ മലക്കുകളിൽ വിശ്വസിക്കുക, വ കുതുബിഹി, അവന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, വ റുസുലിഹി, അവന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിൽ നിങ്ങൾ വിശ്വസിക്കുക, അതേപോലെ വ ബിൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി, അല്ലാഹുവിന്റെ ഖദറിൽ, ഖദാ ഖദറിൽ, അതിന്റെ തിന്മയിലും അതിന്റെ നന്മയിലും വിശ്വസിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു ഹദീസ് ഉദ്ധരിക്കാനുള്ള കാരണം, മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വെച്ച് ചില ആളുകൾ ഖദറിനെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയപ്പെട്ടു. ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവാണ് സത്യം, ലൗ കാന ലക മിസ്ലു ജബലിൻ ഉഹുദിൻ ദഹബൻ തുൻഫിഖുഹു ഫീ സബീലില്ലാഹ് മാ ഖബല മിൻക ഹത്താ തുഅ്മിന ബിൽ ഖദർ. അല്ലാഹുവാണ്, നിങ്ങൾ ഈമാൻ കാര്യങ്ങളിൽ 5 വിഷയങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുകയും എന്നിട്ട് 6ാമത്തേതായ അല്ലാഹുവിന്റെ ഖദാ ഖദറിൽ വിശ്വസിക്കാത്ത കാലത്തോളം നിങ്ങൾ നിങ്ങൾക്ക് പർവ്വതത്തോളം നിങ്ങൾക്ക് സ്വർണമുണ്ടെങ്കിൽ ആ സ്വർണം മുഴുവനും നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ, ഈമാനിന്റെ 5 റുക്നുകളിൽ വിശ്വസിച്ച് ഒരാൾ അവസാനത്തെ റുക്നായ ഈമാനു ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസം, വിധിയിലുള്ള വിശ്വാസത്തിൽ ഒരാൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ, അതിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ ഈമാനിൽ നിന്ന് പുറത്താണ്, അതേപോലെ ഇസ്ലാമിൽ നിന്ന് അവന് പുറത്താണ്. അത് മാത്രമല്ല, അവന്റെ എല്ലാ അമലുകളും അത് നിഷ്ഫലമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല എന്നാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, എല്ലാ വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറ, അല്ലാഹുവിന്റെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട ഉറപ്പായ ഒരു വിധിയാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കതബല്ലാഹു മഖാദീറൽ ഖലായിഖി ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർള ബി 50000 സന, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാ നിയമങ്ങളെ സംബന്ധിച്ചും എല്ലാ അമറുകളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദർ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഖദാ ഖദറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു വിധിയിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർബന്ധമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ചില ആളുകൾ പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നേരത്തെ തന്നെ നരകമാണ് അവനക്ക് എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെയുള്ള ആളുകൾ സ്വർഗത്തിന്റെ പണിയെടുക്കുന്നത്? അതിലെന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന്. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് സ്വർഗമാണ് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെയുള്ള ആളുകൾ നരകത്തിന്റെ പണിയെടുക്കുമ്പോൾ നിങ്ങൾ തടയാൻ പോകുന്നത് എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന, അങ്ങനെ ഖദറിനെ തെറ്റായി മനസ്സിലാക്കിയ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മനസ്സിലാക്കുക,
സ്വർഗക്കാരന്റെ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗവും അതേപോലെ നരകത്തിന്റെ പണിയെടുക്കുന്ന ആളുകൾക്ക് നരകവും എന്നുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതേപോലെ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെല്ലാം കാരണങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കുവാനും അത് ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കുവാനുള്ള ബുദ്ധിശക്തിയും അതേപോലെ അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യവും മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതേപോലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതോ അല്ലെങ്കിൽ ആ നരകത്തിലേക്ക് പോവേണ്ടത് നമ്മളാണോ എന്ന് തീരുമാനിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഖദറാക്കിയത് കൊണ്ടാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് എന്നല്ല, മറിച്ച് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, നിങ്ങൾ ആ സ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് നിങ്ങൾ അധ്വാനിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്വർഗം ലഭിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതേപോലെ നരകത്തിൽ പ്രവേശിക്കാനുള്ള കാരണമായ ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സുമ്മ നുദീകുമുൽ അദാബ ശദീദ ബിമാ കാനൂ യക്ഫുറൂൻ, നിങ്ങൾ സത്യനിഷേധം പ്രവർത്തിച്ചതുകൊണ്ട് നിങ്ങൾ സത്യത്തെ നിഷേധിച്ച് നടന്നതുകൊണ്ട് നന്ദികേട് കാണിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ശക്തമായ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതുകൊണ്ടോ നിശ്ചയിച്ചതുകൊണ്ട് മാത്രമല്ല ഒരാൾ സ്വർഗത്തിലേക്ക് പോകുന്നത്, ഒരാൾ നരകത്തിലേക്ക് പോകുന്നത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണ്, നരകത്തിലേക്കുള്ള വഴി ഏതാണ്, അതിന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്മ ചെയ്താൽ സ്വർഗവും അതേപോലെ തിന്മ ചെയ്താൽ നരകവും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചുള്ള വിധിയാണ്. അത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ഏതാണ് അതിൽ ആവശ്യമായിട്ടുള്ളത്, നരകത്തിന്റെ വഴി തിരഞ്ഞെടുത്താൽ അവൻ നരകത്തിലേക്കും സ്വർഗത്തിന്റെ വഴി തിരഞ്ഞെടുത്താൽ അവന് സ്വർഗത്തിലേക്കുമാണ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ നരകത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലേക്ക് ഒരാൾ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു വഴി അവന് ഏത് തിരഞ്ഞെടുക്കുമെന്നുള്ള അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുമ്പേ ഉള്ളത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ട് മുതലേ ആ ഒരു 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്, ആരാണ് നരകത്തിലേക്ക് പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന ആ കാര്യങ്ങൾ, അതേപോലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ, അതൊരിക്കലും നമുക്ക് കഴിവിന്റെ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റിയ, നമ്മൾ കഴിവിൽ പെടാത്തൊരു കാര്യമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ, ഒരു നഫ്സിനെയും അതിന് കഴിയാത്തൊരു കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിപ്പിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചില വിവരമില്ലാത്ത ആളുകൾ അവർ പറയും, എല്ലാ തോന്നിവാസങ്ങളും എല്ലാ ഹറാമുകളും ചെയ്തിട്ട് അവർ പറയുന്നത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് കൊണ്ടാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഹറാമുകൾ ചെയ്യുന്നത്, ശിർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സയഖൂലു الذين أشركوا لو شاء الله ما أشركنا ولا آباؤنا ولا حرمنا من شيء. ശിർക്ക് ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകളോട് പറയും, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല, അതേപോലെ നമ്മളെ പാപ്പന്മാരും മാതാപിതാക്കളും അതേപോലെ നമ്മൾ ആരും തന്നെ ഒരു ഹറാമും ചെയ്യുമായിരുന്നില്ല എന്ന് അവർ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കദാലിക കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം ഹത്താ ദാഖൂ ബഅസനാ, അവർ കളവ് പറയുകയാണ്, ഇൻ തത്തബിഊന ഇല്ലാ ളന്ന വഇൻ അൻതും ഇല്ലാ തഖ്റുസൂൻ, അവർ കളവ് പറയുകയാണ്, അവർ ഊഹത്തെ
ഊഹത്തെ അവർ സംശയത്തെ അവർ പിൻപറ്റുകയാണ്. അവർക്ക് അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇൽമില്ല, അറിവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരാളുടെ ഹറാമ് ചെയ്യാനോ അത് വിധിക്കുകയില്ല. മറിച്ച് ഏതാണ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി, ഏതാണ് നരകത്തിലേക്കുള്ള വഴി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫമൻ ശാഅ ഫൽയുമിൻ, ആരാണ് ഉദ്ദേശിക്കുന്നത് അവൻ അതായത് സത്യം സ്വീകരിക്കട്ടെ, വിശ്വസിക്കട്ടെ. വമൻ ശാഅ ഫൽയക്ഫുർ, ആരാണോ അതിനെ നിഷേധിക്കുന്നത് അവന് നിഷേധിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സ്വാതന്ത്ര്യം നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു വ്യക്തി നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി അവനാണ്. അതേപോലെ ഒരു വ്യക്തി തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിയും അവൻ തന്നെയാണ്. അതേ അവന്റെ പ്രവർത്തനം കൊണ്ടാണ് അവൻ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദാഇലും ഖദറിലും അവന്റെ ഖദറിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളായി, അതിനെ കൃത്യമായി മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളായി നമ്മൾ മാറുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതേപോലെ ചില സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിഷയങ്ങളിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് സ്വന്തം തീരുമാനിക്കാനും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിലും മറ്റു പല വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ ആ ഖദർ, അള്ളാഹുവിന്റെ ആ തീരുമാനത്തിൽ ഒരു മാറ്റം വരുന്നില്ല. അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അതാണ് അവിടെ നടപ്പിലാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വനബുലുവകും ബിശ്ശർരി വൽ ഖൈർ വനബുലുകും ബിശ്ശർരി വൽ ഖൈർ ഫിത്ന, നിങ്ങളെ ഖൈർ കൊണ്ടും അതേപോലെ ശർറ് കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോ വരുന്ന രോഗങ്ങളും അതേപോലെ നമുക്ക് വരുന്ന പ്രയാസങ്ങളും അതേപോലെ കച്ചവടത്തിൽ നഷ്ടം, മരണം, അതേപോലെ മറ്റുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന സുഖസൗകര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ കഴിവിലുള്ളതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ ഒരു അടിസ്ഥാനത്തിലാണ്, ആ ഒരു ഖദറിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു കഴിവും നമുക്കില്ല അതിനെ നിയന്ത്രിക്കാൻ. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണമാണ് അതിലുള്ളത്, അല്ലാഹുവിന്റെ തീരുമാനമാണ് അതിലുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്തിനാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമുക്ക് നൽകുന്നത്? അതിനുള്ള പ്രധാനമായ 3 കാരണം എന്നുള്ളത്, ഒന്ന്, സത്യനിഷേധികളായ ആളുകൾ അല്ലാഹുവിലേക്ക് മടങ്ങുവാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ. വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ശിക്ഷകൾ കൊണ്ട് അവരെ പരീക്ഷിക്കും. എന്തിനു വേണ്ടിയാണ്? ലഅല്ലഹും യർജിഊൻ, അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുവാൻ, നമ്മൾ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് മടങ്ങുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യുന്നത്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാഇ ലഅല്ലഹും യതദറഊൻ. ധാരാളം കഷ്ടപ്പാടുകളും പരീക്ഷണങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ലഅല്ലഹും യതദറഊൻ, അവർ നല്ല വിനയാനിതരായിക്കൊണ്ട് താഴ്മയോടുകൂടി അല്ലാഹുവിലേക്ക് മടങ്ങുവാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരീക്ഷണങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ അല്ലാഹുവിലേക്ക് വിനയപ്പെട്ട് മടങ്ങണം എന്നുള്ളതാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രയാസങ്ങളിൽ ആരെല്ലാമാണ് ക്ഷമിക്കുന്നത്, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ആരാണ് നന്ദി കാണിക്കുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമുക്ക് നൽകുന്നത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എന്നുള്ളത് വളരെ അത്ഭുതമാണ്. കാരണം ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ, കാരണം അവന്റെ എല്ലാ കാര്യങ്ങളും അത് ശർറാകട്ടെ അത് നന്മയാകട്ടെ അതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം അത് ഖൈറാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അതൊരു മുഅ്മിനിനല്ലാതെ അത് അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ആളുകളെ തവക്കുലാക്കിക്കൊണ്ട്, അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹു അല്ലാത്ത മറ്റുള്ള അമ്പിയാക്കളോടും ഔലിയാക്കളോടും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക്, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, സത്യനിഷേധികൾക്ക് ആ ഒരു ടേസ്റ്റ്, ആ ഒരു ആസ്വാദനം ലഭിക്കുകയില്ല. മറിച്ച് യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് മാത്രമേ ഒരു ഖൈർ വന്നാലും ഒരു ഷർറ് വന്നാലും അത് ഖൈറായി തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ആസ്വാദനം അവർക്ക് മാത്രം ലഭിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇൻ അസ്വാബതുഹു സറാഉ ശഖറ ഫകാന ഖൈറൻ ലഹു. ഒരു സത്യവിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും സന്തോഷം നൽകിയാൽ, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നൽകിയാൽ, സറാഉ ശഖറ ഫകാന ഖൈറൻ ലഹു, അവൻ അതിന് നന്ദി കാണിക്കും, അങ്ങനെ അത് അവന് ഖൈറായി മാറും. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിഅമത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതോടൊപ്പം ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും അവനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ പ്രതിഫലം നൽകും. അതേപോലെ വൈൻ അസാബതു ദറാഉ, ഇനി ആ സത്യവിശ്വാസിക്ക് ഒരു ഇടങ്ങാർ, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് വന്നാലോ, സ്വബറ ഫകാന ഖൈറൻ ലഹു, ആ പരീക്ഷണം എന്നാൽ അവൻ അതിൽ ക്ഷമിക്കുകയും അങ്ങനെ അത് അവനക്ക് ഖൈറായി മാറും. ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും അവന്റെ ദറജകൾ ഉയരാനുള്ള കാരണമായി മാറും. അങ്ങനെ ഒരു സത്യവിശ്വാസിക്ക് വരുന്ന ഒരു നന്മയാകട്ടെ ഒരു തിന്മയാകട്ടെ അതെല്ലാം ഒരു പുണ്യമാക്കി മാറ്റിയെടുക്കാനുള്ള ആ ഒരു കഴിവ് സത്യവിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ. അത് ആസ്വദിക്കാനുള്ള ആ ഒരു ചാൻസ് സത്യവിശ്വാസികൾക്ക്, മുഅ്മിനുകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരീക്ഷിക്കുവാനുള്ള കാരണം മൂന്നാമതായി സൃഷ്ടികൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. എന്താണ് മനുഷ്യന്മാർ വിചാരിച്ചിട്ടുള്ളത്? ഈ ലോകത്തിന്റെ തീരുമാനങ്ങളും എല്ലാത്തിനും കഴിവുള്ള ആളുകളാണ് നമ്മൾ ഒരാൾക്കും തോൽപ്പിക്കാനാവുകയില്ല, നമ്മൾ എന്ത് വിചാരിച്ചാലും ഈ ദുനിയാവിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് അഹങ്കരിക്കുന്ന ആളുകൾക്കുള്ള ഒരു പരീക്ഷണമാണ്. അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കുവാൻ, അങ്ങനെയുള്ള ഒരു ധിക്കാരത്തിലേക്ക്, ഒരു അഹങ്കാരത്തിലേക്ക് അവർ പോകാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. വമാ തശാഊൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്നില്ല, ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മുടെ ഒരു വിരൽ അനക്കണമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നൽകുന്നത്. നോക്കൂ, നിങ്ങൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തിലുണ്ടായിരുന്ന ഫിർഔനിന്റെ കൂടെ ഉണ്ടായിരുന്ന വലിയ സമ്പത്തിന്റെ ഉടമയായ ഖാറൂൻ, അദ്ദേഹം പറഞ്ഞു, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതാ ഈ സമ്പത്തെല്ലാം എനിക്ക് ലഭിച്ചത് എന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്, എന്റെ അധ്വാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അഹങ്കരിച്ചു. എന്താണ് ഉണ്ടായത്? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ സമ്പത്തിനെയും അവന്റെ കൊട്ടാരത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ അടിയിലേക്ക് താഴ്ത്തി കളയുകയാണ്. അതേപോലെ ഫിർഔൻ പറഞ്ഞു, അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങൾ അത്യുന്നതനായ റബ്ബ്, രക്ഷിതാവ് അല്ലാഹു ഞാൻ മാത്രമാണ് എന്ന് ഫിർഔൻ അഹങ്കരിച്ച സന്ദർഭത്തിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? ഫിർഔനെ കടലിൽ മുക്കി നശിപ്പിച്ചു കളഞ്ഞു. അതേപോലെ സൂറത്തുൽ കഹ്ഫിൽ ഒരു രണ്ട് സഹോദരന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്. അതിൽ ഒരു സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് തോട്ടങ്ങൾ നൽകി. ആ തോട്ടത്തിലേക്ക് അവൻ പ്രവേശിക്കുന്ന സമയത്ത് ആ വ്യക്തി പറയുന്നത്, വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഇതെല്ലാം എന്റെ കഴിവ് കൊണ്ടാണ് ഇതുണ്ടായത്, ഒരിക്കലും ഇത് നശിച്ചു പോവുകയില്ല, ഖിയാമത്ത് നാൾ വരികയില്ല. ഇനി അങ്ങനെ ഒരു ഖിയാമത്ത് നാൾ ഉണ്ടെങ്കിൽ, അങ്ങനെ റബ്ബിന്റെ അടുക്കലേക്ക് ഞാൻ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അല്ലാഹു എനിക്ക് ഇതിനേക്കാളും ഖൈറായതാണ് നൽകുക എന്ന് അഹങ്കരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വഉഹീത ബിസമരിഹി ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹാ വഹിയ ഖാബിയത്തുൻ അലാ ഉറൂശിഹാ, അവന്റെ എല്ലാ തോട്ടങ്ങളും കൃഷികളും എല്ലാ ഫലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ തരുന്നത് നമ്മൾ അഹങ്കരിക്കാതിരിക്കുവാനും അല്ലാഹുവിന്റെ കഴിവ് മനസ്സിലാക്കുവാനും നമ്മൾ ഒന്നുമല്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് അങ്ങനെ നടപ്പിലാക്കുന്നു. ഫഅലുൽ ലിമാ യുരീദ്, അല്ലാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് അത് പ്രവർത്തികമാക്കാൻ അവന് കഴിവുള്ളവനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഖദറായി തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിശ്ചയിക്കുന്ന ഖദാകളും ഖദറുകളും അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി അതിൽ വിശ്വസിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. ആ കാര്യം ഞാനും നിങ്ങളും മനസ്സിലാക്കുക, അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وعلى آله وصحبه ومن والاه أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഖദായിലും ഖദറിലുമുള്ള വിധിയിലുള്ള വിശ്വാസം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഖൈറാത്തുകളും നന്മകളും അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖദറിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ വിധിയിൽ വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിന് അങ്ങേയറ്റം സംതൃപ്തിയും സമാധാനം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. നിങ്ങൾക്ക് വരുന്ന ഓരോ മുസീബത്തുകളും, ഓരോ പ്രയാസങ്ങളും, ഓരോ പരീക്ഷണങ്ങളും ഇല്ലാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദ പ്രകാരം, അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമല്ലാതെ നിങ്ങൾ അത് അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്. ആരാണ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്, ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ വിധിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ ആരാണോ, യഹ്ദി ഖൽബഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾക്ക് സന്മാർഗം നൽകും. ഏറ്റവും വിശാലതയിലേക്ക്, ഏറ്റവും ആ ഒരു സമാധാനം നിറഞ്ഞ, ആ ശാന്തി നിറഞ്ഞ ആ ഒരു റൂട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വരുന്ന പ്രയാസങ്ങളും അതേപോലെ അല്ലാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും നല്ല സമാധാനമുള്ള, ശാന്തിയുള്ള, ക്ഷമിക്കുന്ന നല്ല ആളായി മാറുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് എന്താണോ നൽകിയത് അതിൽ നീ തൃപ്തിപ്പെട്ടാൽ തകുൻ അഗ്നൻ നാസ്, ഈ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെക്കാളും നീ ധന്യനാകും, സമാധാനമുള്ള, സംതൃപ്തിയുള്ള ആളായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ ഒരു സത്യവിശ്വാസി മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ അവന് പറയേണ്ടത് എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹി, ഞങ്ങൾ അല്ലാഹുവിനുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണ് എന്നുള്ള ആ ഒരു ബോധം, ആ ഒരു ചിന്ത അവന്റെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ അവനക്കത് മനസ്സിന് സമാധാനം നൽകുന്നു, ശാന്തി നൽകുന്നു. പിന്നെ അവൻ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി, അല്ലാഹുവേ ഈ ഒരു മുസീബത്തിന് നീ എനിക്ക് പ്രതിഫലം നൽകണമേ, വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും ഏറ്റവും നല്ലത് അല്ലാഹുവേ നീ എനിക്ക് മാറ്റി നൽകുകയും തരണമേ എന്ന് സത്യവിശ്വാസിയായ ആൾ പ്രാർത്ഥിക്കുകയും അതിലൂടെ അവൻ സമാധാനം അടങ്ങും, ശാന്തി അടങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് നല്ല സമാധാനവും ശാന്തിയുമാണ് ലഭിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ രണ്ടാമത്തേത്, ഖദാ ഖദറിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് തികഞ്ഞ നിർഭയത്വം, അങ്ങേയറ്റത്തെ നിർഭയത്വം അവർക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബല്ലാഹു ലക. ഇബ്നു അബ്ബാസ്, ഈ ലോകത്തിലെ മുഴുവൻ ആളുകളും ജിന്നുകളും മനുഷ്യന്മാരും എല്ലാവരും കൂടി നിനക്കൊരു
ഉപകാരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇല്ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബല്ലാഹു ലക്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഉപകാരം, ആ ഒരു നന്മ നിനക്ക് വിധിച്ചിട്ടില്ല എങ്കിൽ, രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതൊരിക്കലും നിനക്ക് ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ വീണ്ടും പറഞ്ഞു വഇൻ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബഹു അല്ലാഹു അലൈക. ഇനി ഈ ലോകത്തിലെ മുഴുവൻ ആളുകളും, മനുഷ്യന്മാരാകട്ടെ ജിന്നുകളാകട്ടെ, എല്ലാവരും ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപദ്രവം നൽകാൻ വേണ്ടി അവർ തീരുമാനിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖദറാക്കിയിട്ടില്ല എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും ഒരാൾക്കും നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏതൊരു ഉപകാരം വരുന്നുണ്ടെങ്കിലും ഏതൊരു ഉപദ്രവം വരുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങേയറ്റത്തെ നിർഭയത്വമുള്ള, പേടിയില്ലാത്ത ഒരാളായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ മൂന്നാമത്തെ വിഷയം നല്ല ധൈര്യമുള്ള, പേടിക്കാത്ത മറ്റൊരാളായിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല. റഹ്മാനായ റബ്ബിന്റെ ഖദറില്ലാതെ, തീരുമാനമില്ലാതെ ഒരിക്കലും ഒരു വ്യക്തി മരണപ്പെടുകയില്ല എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ ഒരു സമയം, ആ ഒരു സ്ഥലം, ആ ഒരു സെക്കൻഡ് എത്തിയാൽ മാത്രമേ ഒരു വ്യക്തി മരണപ്പെടുകയുള്ളൂ എന്നുള്ള ആ ഒരു ബോധം ഒരാൾക്കുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന വിഷയത്തിലും ഒരിക്കലും അവൻ ഭയപ്പെടുകയില്ല, അവൻ ധൈര്യശാലിയായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിശ്ചയിച്ച ആ ഒരു സമയം, മരണത്തിന്റെ സമയം ഒരൽപ്പം മുമ്പോട്ടോ ഒരൽപ്പം പിന്നോട്ടോ ഒരിക്കലും മാറുകയില്ല എന്നുള്ള ആ ഒരു ബോധം അങ്ങനെയുള്ള ആളുകൾക്കുണ്ടെങ്കിൽ അവർ അങ്ങേയറ്റം ധൈര്യമുള്ള ആളുകളായിരിക്കും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ നാലാമത്തെ വിഷയം എന്നുള്ളത് അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അള്ളാഹിന്റെ ഖദറിൽ വിശ്വസിക്കുന്ന, വിധിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അവർ സങ്കടപ്പെടുകയില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിലും ഭൂമിയിലും നിങ്ങൾക്ക് അനുഭവിക്കുന്ന മുസീബത്തുകൾ അത് ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻപ് തന്നെ കിതാബിൽ രേഖപ്പെടുത്തിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ്, മുസീബത്തുകളാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരീക്ഷണം നൽകുന്നത്? ലികൈ ലാ തഅസു അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും, നിങ്ങൾ അതിൽ സങ്കടപ്പെടാതിരിക്കുവാനും അതേപോലെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ അങ്ങേയറ്റം നിങ്ങൾ സന്തോഷിച്ച് അഹങ്കാരികളാവാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ അങ്ങനെയുള്ള പരീക്ഷകൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ അഞ്ചാമത്തെ നേട്ടം എന്നുള്ളത് ഇങ്ങനെ അല്ലാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട്, അല്ലാഹുവിനെ തവക്കുലാക്കി, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അതേപോലെ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട്, മുവഹിദായിക്കൊണ്ട്, ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഖദറിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുള്ള മറ്റൊരു നേട്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഖദറിനെ കുറിച്ച് പറഞ്ഞെടുത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തവക്കുലിനെ കൂടി സംബന്ധിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖുൽ അഫറഅയ്തും ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضري قل أفرأيتم ما تدعون من دون الله. നിങ്ങൾ കണ്ടോ, അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അമ്പിയാക്കളെ, ഔലിയാക്കളെ, അതേപോലെ മലക്കുകളെ, ജിന്നുകളെ, മക്ബറകളെ, അതേപോലെ കല്ലിനെയും അതേപോലെ മരങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടില്ലേ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് അല്ലാഹു തരണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് മാറ്റാൻ, അത് തടയാൻ നിങ്ങളുടെ ആരാധ്യന്മാർക്ക് സാധിക്കുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതല്ല ഔ അറാദനിയ ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും റഹ്മത്ത് നിങ്ങൾക്ക് നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ അതിനെ തടയാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയാൻ വേണ്ടി പറഞ്ഞു ഖുൽ, നീ പറയുക, പ്രഖ്യാപിക്കുക, ഹസ്ബി
അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ബരമേൽപ്പിക്കുന്ന തവക്കുലാക്കുന്ന ആളുകൾ അവനിൽ ബരമേൽപ്പിക്കട്ടെ, തവക്കുലാക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദായിലും ഖദറിലും വിശ്വസിച്ചുകൊണ്ട് എല്ലാ പ്രയാസങ്ങൾ വരുമ്പോഴും അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാകും, ശാന്തി ഉണ്ടാകും. അതോടൊപ്പം അല്ലാഹുവിന്റെ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് ആ ഖദറിലുള്ള വിശ്വാസം ഉറക്കുകയും അതേപോലെ നമുക്ക് മനസ്സിന് സമാധാനം, ശാന്തി ഉണ്ടാവുമെന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് അങ്ങേയറ്റം ദയയുള്ളവനാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അവന്റെ അടിമകളോട് അവൻ ദയയുള്ളവനാകുന്നു. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹു അക്രമം കാണിക്കുകയില്ല, അവന്റെ ഖദറിൽ ഒരിക്കലും അക്രമം ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്, ഒരിക്കലും അനീതി കാണിക്കുകയില്ല. വലാ യദ്ലിമു റബ്ബുക അഹദ, അല്ലാഹു ഒരിക്കലും അനീതിയുടെ ഖദർ അവന്റെ അടിമകളുടെ മേൽ അവൻ നിശ്ചയിക്കുകയില്ല. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ്, ഹക്കീമാണ്. അവന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിലും അവന്റെ യുക്തിയുടെ അടിസ്ഥാനത്തിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനങ്ങൾ നിശ്ചയിക്കുന്നത്, അവന്റെ വിധി നിശ്ചയിക്കുന്നത്, ഖദർ നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഓരോ പ്രയാസങ്ങളും ചിലപ്പോൾ അത് നല്ലതായിരിക്കും, അത് ഖൈറായിട്ടിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഷർറായി വിചാരിച്ചത് അത് നമുക്ക് ഖൈറായിരിക്കും, നമ്മൾ ഖൈറായി വിചാരിച്ചത് ചിലപ്പോൾ അത് നമുക്ക് ഷർറായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅസ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്കത് ഖൈറായിരിക്കാം. വഅസ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഷർറായിരിക്കാം. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു അറിയുന്നു, നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദറിലാണ് ഖൈറുള്ളത്, നന്മയുള്ളത്, നമ്മുടെ തീരുമാനത്തിലല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള എല്ലാ ഖദറിലും നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, അതിൽ ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ല സമാധാനമുള്ള, ശാന്തിയുള്ള ജീവിതമായിരിക്കും. അതേ സമയത്ത് അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന ആളുകളായാൽ നമുക്ക് ഈ ലോകത്തും നാളെ പരലോകത്തിലും ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും നമ്മളെ കാത്തിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അല്ലാഹുവിന്റെ അസ്മാഉകളെ, സിഫാത്തുകളെ നമ്മൾ മനസ്സിലാക്കി അവന്റെ ഏകത്വത്തെ എല്ലാ ശരിക്കും മനസ്സിലാക്കി ഖദറിൽ വിശ്വസിക്കേണ്ടതുപോലെ നമ്മൾ വിശ്വസിച്ച് സ്വർഗ്ഗത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് നല്ല ഖദറിലുള്ള വിശ്വാസം സ്വീകരിക്കുന്ന ആളുകളായി, നല്ല തഖ്വയുള്ള മുഅ്മിനുകളായി നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اجعل لنا من كل هم فرجا ومن كل ضيق مخرجا ومن كل بلاء عافية. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم. وصل اللهم وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.